ഭാരതത്തിലെത്തിയ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി സംഘടിപ്പിച്ച ജോയിന്റ് ബിസിനസ് ഫോറത്തിൽ ഇരു രാജ്യങ്ങളും 2 ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്നലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഖത്തർ അമീറിന് ഊഷ്മളമായ വരവേൽപ്പാണ് ഇന്നലെ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. വിവരങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണനും ഒപ്പം ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസും ചേരുന്നുണ്ട്. ആദ്യം ഗൗതത്തിലേക്കാണ് പോകുന്നത്. ഗൗതം, 10 വർഷത്തിന് ശേഷമാണ് ഖത്തറിൽ നിന്നും ഒരു പ്രതിനിധി ഭാരതത്തിലേക്ക് എത്തുന്നത്. വലിയ സ്വീകരണം, പ്രോട്ടോകോൾ വരെ മറികടന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഇന്ന് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗിക സ്വീകരണം നടക്കും. മറ്റെന്തൊക്കെയാണ്? രജനി, ഇന്നലെ രാത്രിയാണ് ഖത്തറിൻ്റെ അമീർ രാജ്യതലസ്ഥാനത്ത് എത്തുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഭാരതത്തിലേക്ക് എത്തുകയായിരുന്നു. നേരത്തെ രജനി പറഞ്ഞതുപോലെ പ്രോട്ടോകോൾ മാറ്റിവെച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ നേരിട്ടെത്തി സ്വീകരിച്ചു. ഹസ്തദാനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് വരവേറ്റത്. ഇന്നിപ്പോൾ ആദ്യത്തെ 2 ധാരണാപത്രങ്ങൾ ഖത്തറും അതോടൊപ്പം തന്നെ ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. വാണിജ്യ വ്യവസായ രംഗവുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിലാണ് നിലവിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം രാവിലെ കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം ഇനിയും രാഷ്ട്രപതി ഭവനിലേക്കാണ് ഖത്തറിൻ്റെ അമീർ പോകുന്നത്. അവിടെയാണ് രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ വരവേൽപ്പ് സൈനിക ബഹുമതികളോടുകൂടി നൽകുന്നത്. അതിനുശേഷം പിന്നീട് രാഷ്ട്രപതിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഖത്തർ അമീർ കൂടിക്കാഴ്ച നടത്തും. 2015 ഖത്തറിൻ്റെ അമീർ അവസാനമായി ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. അങ്ങനെ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2 ദിവസത്തെ സന്ദർശനത്തിനായി ഖത്തർ അമീർ എത്തിയിരിക്കുന്നു. വാണിജ്യ വ്യവസായ രംഗത്തെ ബന്ധം അത് മുൻപ് തന്നെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ട്. അത് കൂടുതൽ ഊഷ്മളമാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളാകും ഇരു രാജ്യങ്ങളുടെയും തലവന്മാർ തമ്മിൽ ഇന്നിപ്പോൾ ഡൽഹിയിൽ നടത്താൻ പോകുന്നത്. രജനി, അപ്പം പ്രധാനമന്ത്രിയുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച കൂടെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സമയം എങ്ങനെയാണ്? രജനി, ഇനിയും രാഷ്ട്രപതി ഭവനിലേക്കാണ് ഖത്തർ അമീർ പോകുന്നത്. ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഷെഡ്യൂളിലുള്ളത് ഈ ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായുള്ള കൂടിക്കാഴ്ചയായിരുന്നു. അതിൽ 2 ധാരണാപത്രങ്ങൾ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും രാഷ്ട്രപതി ഭവനിലാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉണ്ടാകും. സാധാരണയായി മറ്റു രാജ്യങ്ങളുടെ തലവന്മാരെത്തുമ്പോൾ ഔദ്യോഗികമായി രാഷ്ട്രപതി ഭവൻ നൽകുന്ന ചടങ്ങുണ്ട്. അതിനായാണ് ഖത്തർ അമീർ ഇപ്പോൾ അവിടേക്ക് എത്തുക. അതിനുശേഷം ഉച്ചയോടുകൂടിയാകും ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഖത്തർ അമീറും തമ്മിലുള്ള നയതന്ത്ര ചർച്ച നടക്കുന്നത്. ആ ചർച്ചയിലാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ ചർച്ച ചെയ്യുകയും ഒപ്പം ഇനിയും എങ്ങനെ കൂടുതൽ ഊഷ്മളമായി ഇപ്പോഴത്തെ നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ ദൃഢവും ഊഷ്മളവുമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങൾ ഒരുപക്ഷെ ചർച്ചയായേക്കാം. കാരണം മലയാളികൾ ഉൾപ്പെടെ നിരവധി ഭാരതീയർ ഖത്തറിൽ ജോലി ചെയ്യുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ചയായേക്കാം. ഒരുപക്ഷെ ഭീകരതയുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും ഉയർന്നു വരുന്ന വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങൾ കൂടി ഈ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്കാണ് ഈ ഹൈദരാബാദ് ഹൗസിൽ വെച്ച് പ്രധാനമന്ത്രിയും ഖത്തർ അമീറും തമ്മിലുള്ള കൂടിക്കാഴ്ചയും നയതന്ത്ര ചർച്ചയും നടക്കുന്നത്. ശരി ഗൗതം, നീ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് കൂടി ചേരുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം ഇന്ത്യ ഖത്തർ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന് തന്നെയാണ് ഈ ഒരു സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഭാരതത്തിന് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സൗഹൃദം അത് മുൻപ് ഉള്ളതിനേക്കാൾ മുൻ ഭരണാധികാരികളെക്കാൾ മികവുറ്റതാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഖത്തർ അമീറിൻ്റെ സന്ദർശനം 10 വർഷത്തിന് ശേഷം LNG LPG അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നിർണായക വഴിത്തിരിവാകും. ഒപ്പം നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ലോകമെമ്പാടും നടക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ചർച്ചയാകാനുള്ള സാധ്യത കൂടുന്നുണ്ട്. പ്രധാനമായിട്ടും സൗഹൃദ ബന്ധം അത് ദൃഢമാക്കുക എന്നുള്ളത് തന്നെയല്ലേ ഈ ഒരു സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? തീർച്ചയായും രജനി, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഏറെ ശക്തമായും ദൃഢമായും തുടരുന്നതെന്നാണ് ഈ അടുത്ത കാലത്തുണ്ടായ 2-3 വർഷത്തിനിടയിലുണ്ടായ ഖത്തറുമായുള്ള ബന്ധങ്ങളെ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഇടപാടുകളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് 18 മാസത്തോളം ജയിലിൽ കഴിഞ്ഞ് നാവികരെ വിട്ടയക്കുന്നതിന് ദിവസങ്ങൾക്കകമാണ് തീരുമാനമുണ്ടായത്. പ്രധാനമന്ത്രിയുടെ ഇടപെടലുണ്ടായതോടെ അത്തരത്തിലുള്ള നീക്കങ്ങളിലെല്ലാം തന്നെ കൃത്യമായൊരു സൈൻ ഖത്തർ ഭാരതത്തിന് നൽകിയിരുന്നു. 2015 ഖത്തർ അമീർ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ വീണ്ടും അദ്ദേഹം എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ട
വരേണ്ട ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ, രജനി സൂചിപ്പിച്ചതുപോലെ LNG ഇമ്പോർട്ടും അതുപോലെ തന്നെ LPG ഉൾപ്പെടെയുള്ളവ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇമ്പോർട്ട്, അതുപോലെ തന്നെ പ്രകൃതിവാതകത്തിൻ്റെ ഇമ്പോർട്ടും സംബന്ധിച്ച കൃത്യമായൊരു ധാരണ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ധാരണ കുറേ കൂടി ശക്തിപ്പെടുത്തുന്നതിനുള്ളൊരു നീക്കം, അതായത് അതിൻ്റെ പർച്ചേസ് വോളിയം അതുപോലെ തന്നെ ലോജിസ്റ്റിക് വോളിയം എല്ലാം വർദ്ധിപ്പിക്കുന്നതിനും വിവിധ ഇടങ്ങളിലേക്ക് അതിൻ്റെ ഇറക്കുമതി കുറേ കൂടി ശക്തമാക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങളാണ്. ഇതെല്ലാം തന്നെ നമുക്കറിയാവുന്നതാണ്. ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്തുള്ള പോർട്ടുകളിലാണ് പ്രധാനമായും ഈ ഇറക്കുമതി നടക്കുക. നമുക്കറിയാവുന്നതാണ്, വല്ലാർപാടം ടെർമിനലിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ഇറക്കുമതിയുടെ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നിരവധിയായ കാര്യങ്ങൾ ഈ വിഷയത്തിലുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെയുള്ള LNGയുടെയും അതുപോലെ തന്നെ LPGയുടെയും, അതായത് ലിക്വിഡ് നാച്ചുറൽ ഗ്യാസിൻ്റെയും അതുപോലെ തന്നെ പെട്രോളിയം ഗ്യാസ്, അതുപോലെ തന്നെ അനുബന്ധ പെട്രോളിയം ഉൽപ്പന്നങ്ങളെയും ഇറക്കുമതി സംബന്ധിച്ച് വലിയ ധാരണകൾ നിലനിൽക്കുന്ന രാജ്യങ്ങളാണിത്. അത് സ്വാഭാവികമായും നടക്കുന്ന ഒരു പ്രവൃത്തിയാണ്. മാത്രമല്ല, ഭക്ഷ്യസുരക്ഷ സംബന്ധിച്ചും അതുപോലെ തന്നെ ഭക്ഷ്യ മാർക്കറ്റുകളുടെ ആ ഒരു ലഭ്യത ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ വളരെ കൃത്യമായ ഭാരതത്തിൻ്റെ പലയിടങ്ങളിലുമുള്ള ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റർ രജിസ്ട്രിയിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വലിയൊരു വിപണി കണ്ടെത്തുന്നതിനുള്ള സാധ്യതകൾ, അത്തരത്തിലുള്ള വാണിജ്യ രംഗത്തെ പരസ്പരം മാർക്കറ്റുകൾ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുള്ളൊരു നീക്കങ്ങളാണ് മറ്റു ട്രേഡ് ധാരണകളിൽ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ സുപ്രധാനമായൊരു ഘടകം എന്ന് പറയുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഭാരതത്തിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായി ലഭ്യമാക്കുന്നതിന് ഖത്തറിൽ നിന്നും നേരിട്ടുള്ള വിദേശ നിക്ഷേപം ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങളാണ്. അത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റുകളും എല്ലാം തന്നെ വരാനുള്ളൊരു സാധ്യതയിലേക്കാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, വൻ വ്യവസായ പ്ലാന്റ് ആൻഡ് മെഷീനറി രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ വ്യവസായ രംഗങ്ങളിലും എല്ലാം തന്നെ വളരെയധികം മുന്നോട്ട് പോയൊരു രാജ്യമാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുകയും അത് കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളൊരു രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് തന്നെ അതിൽ നിന്നുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സഹകരണ ധാരണകൾ ഉണ്ടാക്കുക എന്നത് വളരെ സുപ്രധാനമായ ഒരു ഘടകമാണ്. മറ്റൊരു പ്രധാന വിഷയം നമുക്കറിയാവുന്നതാണ്, പലതവണ ചർച്ച ചെയ്തതുമാണ്, $400 കോടി സാമ്പത്തിക ഇടപാടുകൾ, അതായത് അവിടെ ജോലി ചെയ്യുന്ന ഭാരതീയർ ഭാരതത്തിലേക്ക് അയക്കുന്ന തുക $400 കോടി കൂടുതലാണ്. അത്തരത്തിലുള്ള വലിയൊരു തുകയുടെ കൈമാറ്റം നടക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. അതിൻ്റെ സ്കില്ലിൻ്റെ വിഷയങ്ങളെല്ലാം തന്നെയുണ്ട്. ഭാരതത്തിലെ സ്കിൽഡായ എംപ്ലോയീസിനെ കൃത്യമായൊരു തൊഴിൽ സാധ്യത ഉറപ്പാക്കുന്നതിനുള്ള സാധ്യതകൾ തുറന്നിടുക, അത്തരത്തിൽ വിശാലമായ കാഴ്ചപ്പാടോടെ പ്രവർത്തിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. ഭാരതവും കേരളവും ഒരുപോലെ തന്നെ നിരവധി പേർ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഖത്തറിൽ പ്രവർത്തിക്കുന്നവരെ നിരവധി പേരെ കേരളത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്. അത്തരത്തിലുള്ള സാധ്യതകളെ തുറക്കുക എന്നത് മറ്റൊരു പ്രധാന ഘടകമാണ്. ഊർജ്ജ സംരക്ഷണ രംഗത്തും ഊർജ്ജ വിനിമയ രംഗത്തും അതുപോലെ തന്നെ പേഴ്സൺ ടു പേഴ്സൺ കോൺടാക്റ്റുകളുടെ ഭാഗത്തും കൃത്യമായ ഒരു ഇടപെടലുണ്ടാവുക എന്നതും ഒരു പ്രധാന ഘടകമായിരിക്കുന്നു. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി ചേർന്ന ഒരു ധാരണാപത്രത്തിൽ ഒപ്പിടുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പീയൂഷ് ഗോയലെല്ലാം തന്നെ ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ധാരണാപത്രം ഒപ്പിടുന്നതോടുകൂടി, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ധാരണാപത്രം ഒപ്പിടുന്നതോടുകൂടി കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ ഒരു സംഘടനാ സ്വഭാവമുള്ളൊരു സംവിധാനം കുറെ കൂടി കാര്യക്ഷമമായി ഭാരതത്തിലേക്ക് നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള വഴി തുറക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, സ്റ്റാർട്ടപ്പ് രംഗത്തും അതുപോലെ തന്നെ അനുബന്ധ രംഗങ്ങളിലുമെല്ലാം തന്നെ വൻതോതിൽ മുന്നേറിയ ഒരു രാജ്യമാണ് ഭാരതം. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് രംഗങ്ങളിലുള്ള നിക്ഷേപങ്ങൾ, സ്റ്റാർട്ടപ്പ് രംഗങ്ങളിലെ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ, ക്യാപിറ്റൽ സപ്പോർട്ട് ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങളെല്ലാം തന്നെ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഭാരതത്തിൻ്റെ ഇന്നോവേഷൻ രംഗത്തുള്ള വലിയൊരു മുന്നേറ്റത്തിന് ഒരു ചാലകശക്തിയാകാവുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഖത്തറിൽ നിന്നും ലഭ്യമാകാനുള്ള സാധ്യതയാണ് ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള നിരവധിയായ ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത്. മാത്രമല്ല, മറ്റ് ജിയോ പൊളിറ്റിക്കൽ വിഷയങ്ങളെല്ലാം തന്നെ ഉണ്ട്. നമുക്കറിയാവുന്നതാണ് ഖത്തറിൻ്റെ ഇടപെടൽ ഇസ്രായേൽ ഹമാസ് വിഷയത്തിലുണ്ടായത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ചില ചർച്ചകൾ നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. രജനി, ശരി, ഐസനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.